എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ എന്നറിയാൻ എല്ലാവർക്കും വളരെ വളരെ താല്പര്യമുണ്ടായിരിക്കും. അതിന്റെ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും CPM സംബന്ധിച്ചിടത്തോളം CPM ആദ്യം തന്നെ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അവരാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് സാധ്യതാ പട്ടിക തയ്യാറാക്കുന്നത്. എന്നിട്ട് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകളൊക്കെ വരുത്തി വീണ്ടും ജില്ലാ സെക്രട്ടേറിയറ്റിന് കൈമാറും. അങ്ങനെയൊക്കെയാണ് ഒരു പാർട്ടി രീതി കേട്ടോ. പക്ഷേ ഏറ്റവും രസകരമായ ഒരു വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന കേരളത്തിലെ രണ്ട് എന്താ പറയുക അതിശക്തരായ രണ്ട് വനിതകൾക്ക് CPM ഇത്തവണ സീറ്റ് നൽകുന്നില്ല. ആർക്കാണെന്നറിയോ? ഒന്ന്, അമേരിക്കയെ ഞെട്ടിപ്പിച്ച മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. KK ശൈലജയ്ക്ക് ഇത്തവണ മട്ടന്നൂരിൽ സീറ്റില്ല. KK ശൈലജ മത്സരിക്കണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം KK ശൈലജ മത്സരിക്കണ്ട. KK ശൈലജ മത്സരിച്ചാൽ തോൽക്കും എന്ന് CPMകാർ മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണേ, മട്ടന്നൂരിലെ 60,000-ൽ പരം വോട്ടുകൾക്ക് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് KK ശൈലജയാണ്. 60,000-ൽ ചില്ലാൻ വോട്ടുകൾക്കാണ് മട്ടന്നൂരിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കേട്ടോ. പക്ഷെ ഇത്തവണ സീറ്റില്ല. അവിടെ വി കെ സനോജാണ് അവിടെ മത്സരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട്. പിന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ വാർത്ത വന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ആറന്മുളയിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച വീണ ജോർജ് ഇപ്പോ എന്താ സൂപ്പർ അഭിനയ പ്രതിഭ. വീണ ജോർജിനും സീറ്റില്ല. വീണ ജോർജിന് പ്രശ്നമില്ല കേട്ടോ. വീണ ജോർജ് അടുത്ത് തന്നെ സിനിമാ അഭിനയം തുടങ്ങും. ഉർവശി പോലുള്ള ഏറ്റവും പ്രമുഖരായ താരങ്ങൾക്കൊക്കെ വൻ ഭീഷണിയായി ഇതാ അഭിനയ കുല പ്രതിഭ രംഗത്തേക്ക് വരികയാണ്. അപ്പോൾ വീണ ജോർജിനും സീറ്റില്ല. അപ്പൊ CPM വളരെ കൃത്യമായി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും CPMനുള്ളിൽ ചില വിവരമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ രണ്ട് മുതലുകളും അടുത്ത പ്രാവശ്യം മത്സരിച്ചാൽ കെട്ടിവെച്ച പൈസ കിട്ടൂല എന്ന് CPMനുള്ളിലുള്ള നേതാക്കന്മാർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് പത്തനംതിട്ടയില് ജില്ലാ കമ്മിറ്റി വളരെ കൃത്യമായി ആറന്മുളയിൽ ആർക്ക് സീറ്റ് നിഷേധിച്ചത്? വീണ ജോർജിന് സീറ്റ് നിഷേധിച്ചത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ആര്യ രാജേന്ദ്രന്റെ കാര്യം കേട്ടോ. ഈ ആര്യ രാജേന്ദ്രൻ മേയർകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ പറ്റി എന്തോ ഹൈപ്പായിരുന്നു പാർട്ടിക്ക്. പറയാൻ വാക്കുകളില്ലായിരുന്നു. ആര്യ രാജേന്ദ്രൻ ഇവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് എന്താ പറയാ ലോക എന്തോ ഒരു പുരസ്കാരം നേടി. 1000 റുപ്യ എടുത്താൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കീറക്കടലാസാണ്. അത് ബ്രിട്ടീഷ് പാർലമെന്റ് നൽകിയ ഒരു പുരസ്കാരമാക്കി മാറ്റി. ആ നടു റോഡിൽ വെച്ചിട്ട് ആ യദു എന്ന് പറയുന്ന പാവം KSRTC ഡ്രൈവറെ വളഞ്ഞു പിടിച്ച് ഈ പറയുന്ന ആര്യയുടെ ഭർത്താവും കൂടി ചെയ്ത തെണ്ടിത്തരം അല്ലേ എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷെ പിണറായി വിജയന്റെ അങ്ങേപ്പുറായിരുന്നു ധാർഷ്ട്യം, അഹങ്കാരം. പണിപാളിയില്ലേ? അവസാനം CPMന് വളരെ കൃത്യമായി മനസ്സിലായി. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ ആ പരിസരത്തേക്കൊന്നും വരരുതെന്ന് പറഞ്ഞു. ആ പരിസരത്തിൽ തിരുവനന്തപുരം ജില്ല വിട്ടുപോയിക്കോളം എന്ന് പറഞ്ഞു. തിരുവനന്തപുരം ജില്ല വിട്ടുപോയിക്കോളണം, ഇവിടെ നിന്ന് തല കാണിക്കരുത്, മിണ്ടിപ്പോകരുത് എന്ന് കർശന നിർദ്ദേശം കൊടുത്തു. എന്നിട്ടും പാർട്ടി തോറ്റുപോയി. കാരണം എന്നാൽ ആര്യ രാജേന്ദ്രൻ അത്രമാത്രം ഡാമേജ് ആയിരുന്നു പാർട്ടിക്ക് നൽകിയിരുന്നത്. ശരിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ VV രാജേഷിന്റെ നേതൃത്വത്തിൽ BJP പിടിക്കാനുള്ള ഒരു കാരണം BJPയുടെ ശക്തമായ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഒരാക്കം കൂട്ടിയത്, അവർക്ക് സഹായമായത് ആര്യ രാജേന്ദ്രന്റെ ആ കുത്തഴിഞ്ഞ ഭരണമായിരുന്നു കേട്ടോ. എന്തൊക്കെ അഴിമതികളല്ലേ. അപ്പൊ ഏതായാലും ഈ കൊടുത്ത കൊല്ലത്തും കിട്ടുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതേപോലെ പഴയ പോലെ അല്ല. ഇതൊക്കെ ഇപ്പൊ വരമ്പത്ത് നിന്ന് തന്നെയാ കൂലി. നമുക്കറിയാം ഏറ്റവും വലിയ പെരുങ്കള്ളി ഇപ്പൊ സതീശന്റെ നുണ എന്നൊക്കെ പറഞ്ഞിട്ട് DYFIക്കാര് എന്താ പറയാ ചില ക്യൂസ് പ്രോഗ്രാം ഒക്കെ നടത്തുന്നുണ്ട്. സതീശന്റെ നുണ കേരളത്തിലെ ഏറ്റവും വലിയ പെരുങ്കള്ളി എന്ന് പറയുന്നത് ശൈലജയാണ്, KK ശൈലജയാണ്. KK ശൈലജ വടകരയിൽ മത്സരിച്ച കാലത്ത്, ഷാഫിക്കെതിരെ മത്സരിച്ച കാലത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം സ്വന്തം പാർട്ടിക്കാർ തന്നെ നിർമ്മിച്ച് പാവം യൂത്ത് ലീഗുകാരുടെ തലയിൽ കെട്ടിവെച്ച കാഫിർ സ്ക്രീൻഷോട്ട്. പിന്നെ എന്തൊക്കെയായിരുന്നു തള്ളിയത്? എന്തൊക്കെയായിരുന്നു നുണകൾ പറഞ്ഞത്? തന്റെ അശ്ലീല വീഡിയോ അവസാനം അത് അശ്ലീല ഫോട്ടോ ആയി. അവസാനം ഫോട്ടോ ഇല്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ല. ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും കളിക്കുന്ന എന്തൊക്കെ തള്ളലുകളായിരുന്നു. അമേരിക്കയിൽ നിന്ന് ആൾക്കാരിങ്ങനെ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ഇതാ മാസ്ക് ഇല്ല, ഞങ്ങൾക്ക് ഗ്ലൗസ് ഇല്ല,
തീർന്നില്ലേ? കെ ശൈലജ കത്തി തീർന്നില്ലേ? ഇത്രയും അപമാനിതയായി അല്ലേ, ഇത്രയും അപമാനിതയായി പടിയിറങ്ങേണ്ടി വന്ന മുൻ ആരോഗ്യമന്ത്രി ഇപ്പതാ വീണ ജോർജ് ഏറ്റവും അവസാനം കള്ളത്തരം അല്ലേ, അഭിനയം, കഴുത്ത് പിടിച്ചു കൊല്ലി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പതാ MRI സ്കാനിന്റെ റിപ്പോർട്ട് വന്നേ. ഒന്നുമില്ല. എന്തും വേണ്ടേ? ഒന്നുമില്ല. ഇതാ ഇന്ന് രാവിലത്തെ ഏഷ്യാനെറ്റിന്റെ അവരുടെ ആ പ്രഭാത പരിപാടിയിലെ അബ്ജോദ് വർഗീസ് വളരെ കൃത്യമായി വീണ ജോർജ് അവിടെ കാർ ഇറങ്ങുന്നത് മുതൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കാർ ഇറങ്ങുന്നത് മുതൽ അവര് നടന്നു വന്ന് ഇവര് ഈ KSUക്കാര് മുദ്രാവാക്യം വഴി കരിങ്കൊടി പ്രകടനം, അത് കഴിഞ്ഞിട്ട് ഇവര് ചിരിച്ചുല്ലസിച്ച് ആ നോക്കണം കേട്ടോ, നമ്മള് അന്തം വിട്ടുപോകും ഇവരുടെ ഒരു അഭിനയ പ്രതിഭ. അതായത് ഇമ്മാതിരി ഇവരുടെ ഈ മുദ്രാവാക്യം വിളികളും മറ്റേ കരിങ്കൊടി വീശലൊക്കെ ഉണ്ടായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി പ്രതികരിച്ചത് വീണ ജോർജാണ്. വീണ ജോർജ് ഈറ്റപ്പുരിയെ പോലെ ചാടി വീഴുകയാണ് സമരക്കാർക്ക് നേരെ. ധൈര്യമുണ്ടെങ്കിൽ വാടാ ഭീരുക്കളെ, കേറി വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് എമ്മ അങ്ങോട്ട് ഇരച്ചു പോവുകയാണ്. അപ്പോഴാണ് പോലീസുകാരികൾ എമ്മനെ പിടിച്ചു വെക്കുന്നത്. അപ്പം ചിലപ്പോൾ കഴുത്തിനട്ടങ്ങം പോലീസുകാരുടെ കയ്യോ കാലോ ചിലപ്പം പറ്റിയിട്ടുണ്ടാകുകയായിരിക്കും കേട്ടോ. കാരണം അങ്ങനെയാണ്. കാരണം പോലീസുകാരാണ് വീണയെ പിടിച്ചു മാറ്റുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മറ്റേ പ്ലാറ്റ്ഫോമിലേക്ക്, മൂന്നാം പ്ലാറ്റ്ഫോമിലേക്ക് ഇവര് ചിരിച്ചുല്ലസിച്ച് വരുന്നൊരു കണ്ടാലുണ്ടല്ലോ ഹൗ എന്ന് പറയാം. ഇവര് ഭയങ്കര ഹാപ്പിയില് വിജയശ്രീ ലാളിതയായി KSU സമരക്കാരെ മുഴുവൻ ഞാൻ തുരത്തിയല്ലോ എന്നിട്ട് ഇവരുടെ ഒരു വരത്തുണ്ട് ഇങ്ങനെ ചിരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ പത്രക്കാരൊക്കെ ഇങ്ങനെ എന്തോ ചോദിക്കുമ്പോൾ പത്രക്കാരോടൊക്കെ എന്തെല്ലോ മറുപടി പറയുന്നു. പോലീസുകാരൊക്കെ പത്രക്കാരെ ഇങ്ങനെ മാറ്റി നിർത്തുന്നു. ഇങ്ങനെ വരികയാണ് ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മളെ ഷംസീർക്ക എന്താ സംഭവം അവിടെ മറ്റേ എന്താ പറയാ, നമ്മളെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ മുദ്രാവാക്യം വിളി പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഷംസീർക്ക എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കയ്യോ അയ്യോ 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 അയ്യോ. ഇപ്പൊ കാര്യം എല്ലാവർക്കും ബോധ്യമായി. ഇന്ന് ഏഷ്യാനെറ്റിന്റെ ആ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ കണ്ടാൽ വളരെ കൃത്യമായി മനസ്സിലാകും വീണ ജോർജിന്റെ ഈ അഭിനയം. അപ്പൊ ഏതായാലും വീണ ജോർജിന്റെ കാര്യവും തീരുമാനമായി. ഇതാ ഇന്ന് കേരള കൗമുദിയിൽ ശ്രീകുമാർ പള്ളിയിലെത്ത് മികച്ച രാഷ്ട്രീയ ലേഖകനാണ് ശ്രീകുമാർ പള്ളിയിലെത്തിന്റെ സ്റ്റോറിയാണ് കേരള കൗമുദിയുടെ 7ാം പേജിൽ കേട്ടോ. കേരള കൗമുദിയുടെ 7ാം പേജിലെ മെയിൻ സ്റ്റോറിയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി CPM, ഭൂരിഭാഗം MLA-മാരും മത്സര രംഗത്തേക്ക്. ആ സ്റ്റോറിയിലാണ് പറയുന്നത്, ഭരണത്തുടർച്ചയ്ക്കായി അരയും തലയും മുറുക്കിയിറങ്ങുന്ന CPM-ന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങി. എല്ലാ ജില്ലകളിലെയും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ഇന്ന് പൂർത്തിയാക്കും. പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവും സ്ഥാനാർത്ഥി പട്ടികക്ക് അംഗീകാരം നൽകുക. വിജയസാധ്യതയുള്ള എല്ലാ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുമെന്നാണ് ധാരണ. എങ്കിലും പ്രമുഖരായ ചിലർ ഒഴിവായേക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമെങ്കിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് സീറ്റ് ഇല്ല കേട്ടോ. MV ഗോവിന്ദൻ ഒഴിവായി. പകരം MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ഉണ്ട്. MV ഗോവിന്ദൻ ഇല്ലെങ്കിലും പകരം ശ്യാമള, PK ശ്യാമള. അറിയില്ലേ ആന്തൂർ സാജന്റെ കഥ, ആ വിങ്ങിപ്പിടയുന്ന ആ കഥ ഒന്ന് നിങ്ങളൊന്ന് ഓർമ്മിച്ചാൽ ആ ഓർമ്മയിലേക്ക് അതിന് കാരണക്കാരിയായ നിഷ്ഠൂരയായ അതിക്രൂരയായ MV ഗോവിന്ദൻ പിന്നെ ഈ വളിപ്പ് പറയുന്നേ ഉള്ളൂ. വളിപ്പ് പറയും, വിഡിത്തം പറയും, കോമാളിയാണെന്നേ ഉള്ളൂ. PK ശ്യാമള അങ്ങനെയല്ല. ആ ആന്തൂറിലെ സാജന്റെ മരണത്തിന് കൂടി കാരണമായി എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ശ്യാമള അവര് മത്സരിക്കുന്നുണ്ട് ഗോവിന്ദന് പകരം. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ കേട്ടോ. എന്നിട്ട് പറയും മറ്റേ കുടുംബവാഴ്ച എന്നൊക്കെ പറയും. അത് പിന്നെ നമുക്ക് പിന്നെ എന്തോ ആകാം, നമുക്ക് എന്ത് ചെയ്യാം, കാരണവന്മാർക്ക് അടുപ്പിലും ആകാന്ന് പറയുന്നുണ്ട്. കാരണവന്മാർക്ക് അടുപ്പിലും ആകാം അയച്ചിട്ട് വേറെ ആൾക്കാർ അടുപ്പിൽ അതിന് വരരുതെന്ന്. ഏതിനെന്ന് മനസ്സിലായല്ലോ. മന്ത്രി വീണ ജോർജ് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാവുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഒരുറപ്പുമില്ല ആറന്മുളയിൽ. പക്ഷേ സഭാ നേതൃത്വം സഭയിൽ ഇങ്ങനെ കയറി ഇറങ്ങുകയാണല്ലോ. സഭയുടെ നോമിനി ആയിരുന്നല്ലോ അവര്. ഇനിയിപ്പോ സഭ എന്തൊക്കെ ഇടപെടുമെന്ന് അറിയില്ല. എന്തായാലും തൽക്കാലം വീണ ജോർജിന്റെ പേര് പരിഗണനയിലില്ല. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ അഭിനയം പൊളിഞ്ഞ സ്ഥിതിക്ക്
ആകെ ആകെ നാറിയല്ലോ, ആകെ നാറി. അല്ലെങ്കിൽ തന്നെ അടുത്ത തവണ പിണറായി വിജയന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത അടയ്ക്കുന്ന പരിപാടിയാണ് വീണ ജോർജ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഈ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ മുന്നിൽ ആരോഗ്യരംഗം കേൾക്കുമ്പോൾ തന്നെ ആരും പിണറായി വിജയൻ സർക്കാരിന്റെ ഈ പറയുന്ന LDF വോട്ട് ചെയ്യില്ല. കാരണം അത്രമാത്രം ദുഷിച്ച് നാറിയ ആരോഗ്യരംഗം. അപ്പൊ ഏതായാലും വീണ ജോർജിന് സീറ്റില്ല. ഇനി എന്താണ്? മന്ത്രി വി ശിവൻകുട്ടി വീണ്ടും നേമത്ത് മത്സരിക്കും. മുകേഷിനും സീറ്റില്ല കേട്ടോ. മുകേഷിനും സീറ്റില്ല. മുകേഷിന് സീറ്റ് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? മുകേഷിന് സീറ്റ് കൊടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് തിരിച്ചെടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കുകയും ചെയ്യും. മുകേഷ് മത്സരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ മത്സരിച്ചാൽ തകരാറ് എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് പേടിച്ചിട്ട് മുകേഷിന് തൽക്കാലം സീറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ മുകേഷിന് സീറ്റ് കൊടുത്തിട്ടില്ല. അതാണ് വാർത്ത. അങ്ങനെയൊക്കെയാണ് ഈ വാർത്ത പോകുന്നത്. മറ്റൊന്ന് നമ്മുടെ KK ശൈലജയുടെ വാർത്ത. അതെനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലാണ് വന്നത്. അതും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് പകരം VK സനോജ് എന്നാണ് പറയുന്നത്. നികേഷ് ഒരിടത്തുമില്ല. നമ്മുടെ നികേഷ് നമ്മളെ മനസ്സിലാവില്ല. കിണറിലിറങ്ങി വെള്ളം പരിശോധിച്ച കിണറേഷിന് സീറ്റില്ല. കിണറേഷിന് സീറ്റ് കിട്ടും വിചാരിച്ചിട്ടാണ് റിപ്പോർട്ടിലെ മൊട്ട അരുണെ അടുത്ത പ്രാവശ്യം എങ്ങനെയെങ്കിലും CPM കയറി മൂപ്പർക്ക് MLA ആകാന്നുള്ള തീരുമാനം, ഒരു ആഗ്രഹം മൊട്ട അരുണുണ്ടായിരുന്നു. മൊട്ട അരുണിന്റെ തീരുമാനവും ആഗ്രഹവും പോയി. കാരണം കിണറേഷിന് വരെ സീറ്റ് കിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്ത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പയ്യന്നൂരിൽ TI മധുസൂദനെ വീണ്ടും മത്സരിപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ TI മധുസൂദനൻ. ആരാ TI മധുസൂദനൻ എന്നറിയോ? രക്തസാക്ഷി ഫണ്ട് കട്ടില്ലേ? പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കട്ട മധുസൂദനൻ. അതിന്റെ പേരിലായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ബഹളം ഉണ്ടാക്കിയതും വി കുഞ്ഞികൃഷ്ണൻ അക്കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പറഞ്ഞതും വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതും പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി പുറത്താക്കിയതും. അപ്പോഴാണ് KK രാഗേഷ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ പിരിക്കും, ഞങ്ങൾ മുക്കും, ഞങ്ങൾ കക്കും, ഞങ്ങൾ ചോദിക്കുന്നു വേണ്ട എന്നൊക്കെ KK രാഗേഷ് പറഞ്ഞത്. TI മധുസൂദനാണ് ഇതിന്റെയൊക്കെ എന്താ പറയാ പെരുങ്കള്ളൻ മധുസൂദനാണെന്ന് പുസ്തകത്തിൽ വളരെ കൃത്യമായി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏഷ്യാനെറ്റിലെ ആങ്കർ കുഞ്ഞികൃഷ്ണനെ ഫോണിൽ ബന്ധപ്പെട്ടു. കുഞ്ഞികൃഷ്ണനോട് പറഞ്ഞു ഇങ്ങനെ ജില്ലാ സെക്രട്ടേറിയറ്റ് മധുസൂദനെ മത്സരിപ്പിക്കുകയാണല്ലോ എന്ന്. അപ്പം കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, മേലെ പോണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കൂടി തീരുമാനമായി കഴിഞ്ഞിട്ട് ഞാൻ എതിരെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്ന പറഞ്ഞത്. ഞാൻ മത്സരിക്കുമോ എന്ന് എന്നിട്ട് തീരുമാനിക്കുമെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ ഏതായാലും അപ്പൊ ചുരുക്കി പറഞ്ഞാലേ കൊലപാതകികൾ, അഴിമതിക്കാർ, രക്തസാക്ഷി ഫണ്ട് വരെ കട്ടുമുടിക്കുന്നവർ, ഇവരെയൊക്കെ CPM വലിയ താല്പര്യമാണ് കേട്ടോ. കാരായി രാജൻ എന്നറിയോ? ഫസൽ വധക്കേസിലെ പ്രതിയാണ്. ഫസൽ വധക്കേസിലെ പ്രതിയായ കാരായി രാജൻ മത്സരിക്കുന്നുണ്ട്. അപ്പം കൊലക്കേസ് പ്രതി മത്സരിക്കുന്നു. അഴിമതി വീരൻ, രക്തസാക്ഷി ഫണ്ട് കട്ട പെരുങ്കള്ളൻ, അയാളും മത്സരിക്കും. പോരെ? ഇനി എന്ത് വേണം CPM? അപ്പൊ ഏതാണ്ട് നമ്മൾ ഉറപ്പിക്കാം മൂന്നാം തവണ എന്തായാലും പിണറായി തന്നെ അധികാരത്തിലേക്ക് വരും. കാരണം വരുമോ? നിങ്ങൾ പറ മൂന്നാം തവണയും പിണറായി തന്നെ. കാരായി രാജൻ എന്ന് പറയുന്ന കൊലയാളി, കൊലക്കേസ് പ്രതി, TI മധുസൂദൻ എന്ന് പറയുന്ന രക്തസാക്ഷി ഫണ്ട് കട്ട കള്ളൻ. പിന്നെ ഒരു സമാധാനം, ഈ രണ്ടെണ്ണത്തിന് സീറ്റില്ല എന്നുള്ളതാണ്. ആർക്ക്? ശൈലജക്കും നമ്മുടെ വീണ് കടന്ന പെരളി ഒളുക്കിയ വീണ ജോർജിനും. പക്ഷെ അതിന് പകരം പുതിയ കോമാളികളാണ്. VK സനോജ് ഭയങ്കര മുതലാണല്ലോ. VK സനോജ് മത്സരിക്കുന്നുണ്ട്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുടെ പേരാണ് പരിഗണനയിൽ. PK ശ്യാമള CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് പകരം VK സനോജിനെയാണ് പരിഗണിക്കുന്നത്. ശൈലജയെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ മേൽക്കമ്മിറ്റി തീരുമാനിച്ചേക്കാം എന്ന് പറയുന്നത്. ഇനി മേൽക്കമ്മിറ്റിയിൽ പോയിട്ട് മേൽക്കമ്മിറ്റിക്കാർക്ക് ചിലപ്പം ശൈലജയെ മത്സരിപ്പിക്കാൻ അതിന് കാരണബോധം സമ്മതിക്കട്ടെ. കാരണബോധം സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണബോധം എന്താണെന്ന് പറയും, KK ശൈലജനെ മത്സരിപ്പിച്ചാൽ KK ശൈലജയെ മുഖ്യമന്ത്രി ആക്കണം എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക ആവശ്യമൊക്കെ ഉയർന്നേക്കാം. പക്ഷേ കാരണബോധം എങ്ങാനും കാലക്കേടിന് കാരണബോധം മൂന്നാമതും വന്നാൽ മരുമോനായിരിക്കല്ലോ മുഖ്യമന്ത്രി. അക്കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പം മരുമോന്റെ സ്ഥാനം പോകുമെന്ന് വിചാരിച്ച് ശൈലജയെ
തീരുമാനിക്കാനിടയില്ല. നോക്കാം നമുക്ക്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർക്കാണ് പ്രഥമ പരിഗണന. MP നികേഷ് കുമാറിന്റെയും P ജയരാജന്റെയും പേര് ഒരു മണ്ഡലത്തിലും പരിഗണിച്ചില്ല. P ജയരാജനും ഇല്ല കേട്ടോ. P ജയരാജനും ഇല്ല, നികേഷ് കുമാറും ഇല്ല. അഴീക്കോട് KV സുമേഷ് തന്നെ മത്സരിക്കും. കണ്ണൂർ സീറ്റ് CPM ഏറ്റെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ കണ്ണൂർ കൂത്തുപറമ്പ് സീറ്റുകളിൽ ഘടകകക്ഷികൾ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് CPM. മുഖ്യമന്ത്രിയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേൽക്കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക. ധർമ്മടത്ത് കാരണബോധം തന്നെ മത്സരിച്ചേക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയാ CPM-ന്റെ ജില്ലാ കമ്മിറ്റികൾ. കൂടുതൽ ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഏതാണ്ട് പൂർണ്ണമായിട്ട് അറിയും. അപ്പൊ ഏതാണ്ട് CPM-ൽ ആരൊക്കെ മത്സരിപ്പിക്കും എന്ന് നമുക്ക് പൂർണ്ണമായും അപ്പോൾ മനസ്സിലാക്കാം. അപ്പൊ ഏതായാലും KK ശൈലജ എന്ന് പറയുന്ന ടീച്ചർ അമ്മക്കും എന്തൊക്കെ അഴിമതിയല്ലേ. കണ്ണട വാങ്ങിയതിൽ അഴിമതി, ലക്ഷങ്ങളുടെ കണ്ണടയ്ക്കാ വാങ്ങിയത് കേട്ടോ. ആ ആശുപത്രി കിടക്കുമ്പോൾ പഴംപൊരി ചായ, എന്താ പറയാ, ഒരു ഭാഗത്ത് കട്ട് മുടിക്കല്, വേറെ ഭാഗത്ത് തിന്നു മുടിക്കല്, കണ്ണട വാങ്ങി മുടിക്കല്, PP കിറ്റ് അഴിമതി, പിന്നെ തള്ളലും. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ കത്രിയ, പഴയ കത്രിയ, ഉഷയുടെ വയറ്റുനിന്ന് കിട്ടിയ കത്രിയ നമ്മുടെ ശൈലജയുടെ കാലത്ത് വെച്ചതാണല്ലോ. അതാ പറഞ്ഞത് നമ്മുടെ വീണ ജോർജ് പറഞ്ഞത്. അത് പഴയ സംഭവമാണ്, അന്നത്തെ സംഭവം. അങ്ങനെ ശൈലജയും പോയി, വീണയും പോയി. ഇനി ആരപ്പ അടുത്ത നമ്മുടെ നിയമസഭയിലെ കപ്പൽ ആടി ഉലയുകയില്ല സാർ എന്നൊക്കെ പറയാൻ ആരും ഇല്ല. അപ്പൊ ഏതായാലും നമ്മളെ പിടലി, നമ്മുടെ വീണ ജോർജിന്റെ പിടലി എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഏതായാലും MRI സ്കാനില് കുഴപ്പമൊന്നുമില്ല, അതിൽ വലിയ കള്ളത്തരൊന്നും കാണിച്ചില്ല. എന്താണെന്നൊക്കെ അറിയാം. MRI സ്കാനില് കാരണം പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മുരളീധരൻ, ഇന്ന് രാവിലെ മുരളീധരൻ പറഞ്ഞിരുന്നേ, പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അതൊരു CPM-ന്റെ ഓഫീസാണ്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഓഫീസാണ്. അപ്പൊ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് കള്ള റിപ്പോർട്ട് അവിടെ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. മുരളീധരൻ പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇവര് പണ്ട് മറ്റേ കലോത്സവ താരമായതുകൊണ്ട് അഭിനയ പ്രതിഭയാണ്. മാത്രമല്ല ഈ ചിരിച്ചു വരുന്ന കാര്യം, അതായത് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേരെ ചീറിപ്പാഞ്ഞു. ഇവരാണ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചത്. അങ്ങനെയാണ് ഞാൻ പറയട്ടോ. യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചത് വീണ ജോർജാണെന്ന് പറയാം. ആ വിഷ്വൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ ഇരച്ച് പാഞ്ഞ് തോന്നിയാസം പറഞ്ഞതും തെറി പറഞ്ഞതും വീണ ജോർജാണ്. അതാണ് നമ്മൾ ഈ വിഷ്വൽസിലൊക്കെ കണ്ടത്. അപ്പോഴാണ് പോലീസുകാരികൾ തടഞ്ഞു നിർത്തുന്നത്. അപ്പോഴാണ് മുരളീധരൻ പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ചിരിച്ചുല്ലസിച്ച് വരുമ്പോഴാണ് ഷംസീറിനെ കണ്ടത്. അപ്പോഴാണ് ഷംസീർ ചെവി പറഞ്ഞു കൊടുത്തത്, മോളെ അഭിനയിച്ചോ, ഇപ്പം നല്ല ചാൻസാണ്, അഭിനയിച്ചാൽ ചിലപ്പോൾ രക്ഷപ്പെടും. അങ്ങനെയാണ് 37 അഭിനയിച്ചത്. പക്ഷേ അഭിനയം കുറച്ച് ഓവറായിപ്പോയി. അപ്പോഴാണ് മറ്റേ മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നപ്പം കഴുത്തിന്റെ പെടലി വേദനയൊക്കെ പോയി. ഇങ്ങനെ പിടിച്ചു. അങ്ങനെ ഒരഭിനയം കൊണ്ടും സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.